ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറകൾ തേടി ഒരു യാത്ര, ആത്മജ്ഞാനികളെ തേടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങളുടെ സിയാറത്ത് തൃശ്ശൂർ ജില്ലയിലെ കൂനംമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കൂനംമൂച്ചി ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി നവ്വറല്ലാഹു മർക്കദ എന്നവരുടെ ഹദറത്തിലാണ്. അള്ളാഹു ഇവരുടെ ദറജ ധാരാളം ഉയർത്തിക്കൊടുക്കട്ടെ. പണിക്ക വീട്ടിൽ കോയക്കുട്ടിയുടെയും ആയിഷ എന്നവരുടെയും മൂത്ത മകനായിട്ടാണ് വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി നവ്വറല്ലാഹു മർക്കദ ജനിക്കുന്നത്. പ്രിയപ്പെട്ട ഉപ്പയുടെ മരണത്തിന് ശേഷമാണ് ഉപ്പയുടെ ഖബറിന്റെ അരികിൽ വലിയൊരു പള്ളിക്കാടിന്റെ ഉൾഭാഗത്ത് രാപ്പകലില്ലാതെ മഴയും വെയിലും ഇടിയും മിന്നലും കൊണ്ട് ഇബാദത്തിലും അള്ളാഹുവിൻ്റെ ദിക്റിലും ഫിക്റിലുമായി മുഴുകി. ഏകദേശം അനുഭവസ്ഥരായ നാട്ടുകാരെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് 40 വർഷത്തോളം ഇദ്ദേഹം ഈ പള്ളിക്കാട്ടിൽ ഇബാദത്തിലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഏകദേശം 28 വർഷം ഞങ്ങൾ ഈ പള്ളിക്കാട്ടിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും 28 വർഷം പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിൽ ഇബാദത്തിലും ദിക്റും ഫിക്റിലുമായി അദ്ദേഹം ആ പള്ളിക്കാടിൻ്റെ ഉള്ളിൽ രാപ്പകലില്ലാതെ കഴിച്ചുകൂട്ടി. ഇത്രയും വർഷം അദ്ദേഹം ഈ പള്ളിക്കാട്ടിൽ ഇബാദത്തിൽ മുഴുകി ഇരുന്നിട്ടുണ്ടെങ്കിലും മലമൂത്ര വിസർജനത്തിൻ്റെ ഒരു അടയാളം പോലും ഞങ്ങളുടെ അനുഭവത്തിൽ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കൂടുതൽ അറിയാനും അവരെ മഹബത്ത് വെക്കാനും അള്ളാഹു നമുക്കും കുടുംബത്തിനും അഹ്ലുകാർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹാനായ വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി നവ്വറല്ലാഹു മർക്കദയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇരു ലോകവും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർക്കും ഇതുമായി സഹകരിക്കുന്നവർക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകം ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.